പുതുവർഷം വരുമ്പോൾ നാം പുതിയ പ്രതീക്ഷകളിലാണ്. കഴിഞ്ഞ വർഷത്തെ വേദനകളും പരാജയങ്ങളും മറന്ന് ഒരു നല്ല നാളേക്കുള്ള പുതിയ തീരുമാനങ്ങളാണ് പലരും എടുക്കുന്നത്. സമ്പാദ്യം, ആരോഗ്യം, കുടുംബം, ബിസിനസ്, കരിയർ, ജോലി ഇവയെക്കുറിച്ചെല്ലാം നാം ചിന്തിക്കും. പക്ഷേ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പലരും ചിന്തിക്കാറില്ല. നമ്മുടെ ജീവിതം നിയമപരമായി എത്രമാത്രം സുരക്ഷിതമാണ്? അതല്ലെങ്കിൽ അടുത്തൊരു വർഷം നാം പൂർത്തിയാക്കാനിരിക്കുന്ന സ്വപ്നങ്ങൾ അതെത്രമാത്രം നിയമപരമായി സുരക്ഷിതമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കോടതിയിലെത്തുന്ന പല കേസുകളും അത് വളരെ ആസൂത്രിതമായ കുറ്റകൃത്യങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു അശ്രദ്ധ അല്ലെങ്കിൽ ചെറിയൊരു അവഗണന, ഇതാണ് പലപ്പോഴും നമുക്ക് കൊല്ലാപ്പായി തീരുന്ന വലിയ കേസുകളായി മാറുന്നത്. എങ്ങനെയെങ്കിലും അല്പം പണമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തിൽ നെട്ടോട്ടമോടുന്ന കൗമാരക്കാരാണ് പലപ്പോഴും ഈ തട്ടിപ്പുകൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ എത്തുന്ന കേസുകൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും പുതിയ പുതിയ വെറൈറ്റി കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട്, ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട്, അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ നിരവധിയായ കാരണങ്ങളാണ് അതിന് പിന്നിലുള്ളത്. ഇങ്ങനെ ഓരോ ദിവസവും കൗമാരക്കാർ സാമ്പത്തികമായി കെണിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക ഇടപാടിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇടപാടുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരുമായി ചെയ്യുന്ന ഇടപാടുകൾ, നമ്മുടെ ബന്ധുക്കളുമായി ചെയ്യുന്ന ഇടപാടുകൾ നാം പ്രത്യേകം രേഖാമൂലം തന്നെ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ബന്ധുക്കളാകുമ്പോൾ, കൂട്ടുകാരാകുമ്പോൾ അവർ ബന്ധുക്കളല്ലേ കൂട്ടുകാരല്ലേ എന്ന് കരുതി നാം അത് അവഗണിക്കാറാണ് പതിവ്. പക്ഷേ പിന്നീട് നമുക്ക് നമ്മുടെ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ ഈ സൗഹൃദവും നമ്മുടെ ബന്ധവും കൂടി നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പലപ്പോഴും ഈ കാര്യങ്ങൾ ചെന്നെത്താറുണ്ട്. പുതിയൊരു വർഷത്തിലേക്ക് നാം കടക്കുന്നു എന്നതിന്റെ അർത്ഥം നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷം കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം അധ്വാനിച്ചുണ്ടാക്കിയ പണം, നമ്മുടെ സമ്പത്ത്, അത് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറക്ക് തല്ലുകൂടാനുള്ള, അവർക്ക് കലഹിക്കാനുള്ള ഒരു ഉപാധിയാക്കി ഒരിക്കലും മാറ്റരുത്. അഥവാ നമ്മളത് എങ്ങനെയായിരിക്കണം നമ്മുടെ കാലശേഷം വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായൊരു രേഖയുണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അത് ബില്ലായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലോ പ്രകാരം വസീയത്തായിട്ട് 3-1 നമുക്ക് വസീയത്ത് ചെയ്യാം. അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ആ കാര്യം പ്രത്യേകം രേഖാമൂലമാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ വർഷം നമ്മെ കാത്തിരിക്കുന്ന മറ്റൊരു നിയമക്കുരുക്ക് SIR-മായി ബന്ധപ്പെട്ടതാണ്. SIR-ൽ നമ്മൾ ഇതിനകം പേര് ചേർത്തു, ഡ്രാഫ്റ്റ് ലിസ്റ്റ് വന്നു. 20 ലക്ഷത്തിലധികം ആളുകൾ ലിസ്റ്റിന് പുറത്താണ്. അത്രയും തന്നെ ആളുകൾ രേഖകൾ കൃത്യമല്ലാത്തത് കൊണ്ട് സംശയത്തിന്റെ നിഴലിലുമാണ്. ഈ സംശയത്തിന്റെ നിഴലിലുള്ള ആളുകൾ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ രേഖകൾ ഹാജരാക്കി വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ അവരെ ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈനൽ ലിസ്റ്റ് വരുന്നത് വരെ നാം ഈ കാര്യത്തിൽ നമ്മുടെ ഈ ജാഗ്രത കൈവടിയരുത്, ജാഗരൂകരാകണം. ആ ലിസ്റ്റ് പരിശോധിക്കണം, നമ്മുടെ പേര് അതിലുണ്ടോ എന്നത് കൃത്യമായി ഉറപ്പുവരുത്തണം. ഈ പുതുവർഷത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട് മഹല്ല് കമ്മിറ്റികളും അതേപോലെ മുത്തവല്ലിമാരും ചെയ്തു തീർക്കേണ്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. 2024 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ആക്ട് ഭേദഗതി, അതിനെ തുടർന്ന് ഉമീദ് പോർട്ടലിൽ വഖഫ് രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയപരിധി 2025 ഡിസംബർ 5 ആയിരുന്നു. അതിനുശേഷം കേരള സ്റ്റേറ്റ് വഖഫ് ട്രിബ്യൂണൽ ആ സമയപരിധി 5 മാസത്തെ കൂടി ദീർഘിപ്പിച്ച് നൽകുകയും അത് ഏകദേശം അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസത്തോടു കൂടി ആ സമയപരിധി അവസാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഒരു സമയപരിധി നീട്ടി നൽകാൻ വഖഫ് ആക്ട് പോലും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഏറ്റവും അവസാന സമയപരിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നടപടിക്രമങ്ങൾ ജാഗ്രതയോടുകൂടി മഹല്ല് കമ്മിറ്റികളും മുത്തവല്ലിമാരും പൂർത്തിയാക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. ഏതൊരു നിയമ നടപടികളുടെയും ആരംഭം ഒരു നോട്ടീസിൽ നിന്നാകും. അത് വക്കീൽ നോട്ടീസാകാം, സർക്കാർ ഏജൻസികളുടെ നോട്ടീസാകാം, പോലീസ് സ്റ്റേഷൻ നോട്ടീസാകാം, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികൾ അയച്ച നോട്ടീസാകാം. ഇങ്ങനെ ഏത് നോട്ടീസാണെങ്കിലും നമ്മളത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സ്വീകരിക്കാതെ തിരിച്ചയച്ചാലും നമ്മളത് സ്വീകരിച്ചതിന് തുല്യമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം വിധിന്യായങ്ങളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വീകരിക്കുകയും മറുപടി കൊടുക്കേണ്ടതാണെങ്കിൽ തീർച്ചയായും മറുപടി കൊടുക്കുകയും ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യാതിരുന്നാൽ പിന്നീട് നമുക്കത് വലിയ ദോഷമായി ബാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കുക. മറുപടി കൊടുക്കാതിരുന്നത് കൊണ്ട് നിയമ നടപടികളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ ആ ലെറ്റർ, ആ നോട്ടീസ് സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട് നിയമ നടപടികൾ നമ്മെ ബാധിക്കില്ല എന്നുള്ളത് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണ്. പലർക്കും നിയമമെന്ന് കേൾക്കുമ്പോൾ ഭയമാണ്. പോലീസ്, കോടതി, കേസ്, വക്കീൽ.
പക്ഷേ നിയമം എന്നത് പ്രശ്നങ്ങൾക്ക് ശേഷമുള്ള ശിക്ഷയല്ല, പ്രശ്നങ്ങൾക്ക് മുമ്പുള്ള മുൻകരുതലാണ്. പുതുവർഷം എന്നത് കലണ്ടർ മാറുന്ന ദിവസം മാത്രമല്ല, അത് ജീവിതത്തെ ക്രമീകരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഈ പുതുവർഷത്തിൽ ഒരു കാര്യം മറക്കാതിരിക്കുക: നിയമം നിങ്ങളുടെ വൈരിയല്ല, നിയമം നിങ്ങളുടെ സുരക്ഷയാണ്. ഈ പുതുവർഷം പുതിയൊരു തുടക്കമാകട്ടെ, നിയമപരമായ സുരക്ഷയോടെ എന്ന് ആശംസിക്കുന്നു.